نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم اليوم أكملت لكم دينكم وأتممت عليكم نعمتي ورضيت لكم الإسلام دينا رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي ബഹുമാന്യ സത്യവിശ്വാസികളെ സഹോദരന്മാരെ സഹോദരികളെ അളവറ്റ ദയാപരനും പരമകാരുണികനും കരുണാനിധിയുമായ മാലിക് യൗമിദ്ദീന്റെ ഉടമസ്ഥനായ പടച്ച തമ്പുരാന്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് ജീവിക്കുവാൻ എന്നോടും നിങ്ങളോടും ആമുഖമായി വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹുവിന്റെ ദീനിൽ നിന്നും തെറ്റിപ്പോയ പിഴച്ചുപോയ സംഘങ്ങളെ സംബന്ധിച്ചാണ് കഴിഞ്ഞ ഖുതുബയിൽ നമ്മൾ തുടങ്ങി വെച്ചിട്ടുള്ളത്. അതിൽ ഹറൂരിയാക്കൾ എന്ന പിഴച്ച വിഭാഗം 12 പാർട്ടികളായി മാറിയെന്നും അവരിലെ 7 വിഭാഗങ്ങളെ സംബന്ധിച്ച് കഴിഞ്ഞ ഖുതുബയിൽ അല്പം ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. ഇനി അതിനെ തുടർന്ന് വരുന്ന വിഭാഗം 8ാമത്തെ വിഭാഗം അശ്ശംറാഹിയ എന്നറിയപ്പെടുന്ന വിഭാഗം. അവരുടെ അഖീദ, ഇനി ഇവിടെ തുടർന്ന് വരുന്ന പലരുടെയും അഖീദകൾ ഇന്ന് കേരളത്തിൽ എന്ന് മാത്രമല്ല ലോകത്തിലുള്ള പല മുസ്ലിങ്ങളുടെയും അഖീദയുമായി സാമ്യം തോന്നുന്ന രൂപത്തിലുള്ള പരാമർശങ്ങൾ, വിശ്വാസങ്ങൾ അവരുടെ എല്ലാം അഖീദകളിൽ കടന്നുകൂടിയതായി നമുക്ക് കാണാൻ സാധിക്കും.
ചില വിശ്വാസങ്ങൾക്ക് യാതൊരു ബന്ധവും ഉണ്ടാവുകയില്ല. അതിലൊരു വിഭാഗമാണ് ശംറാഹിയ വിഭാഗം. ശംറാഹിയാക്കളുടെ വിശ്വാസം എന്ന് പറഞ്ഞാൽ ഇദാ അറഫൽ അബ്ദു അല്ലാഹ സുബ്ഹാനഹു തആല, അല്ലാഹനെ കുറിച്ച് ശരിക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ, മഅരിഫത്തിന്റെ ഏറ്റവും ഉന്നത സ്ഥലങ്ങളിൽ ഒരാൾ എത്തിക്കഴിഞ്ഞാൽ, യുർഫഉൽ അംറു വന്നഹ്യു അൻഹു, അവരിൽ നിന്ന് നന്മകൾ അതുപോലെ തന്നെ തിന്മകൾ, കൽപ്പനകളും വിരോധങ്ങളും അവരിൽ നിന്ന് ഉയർത്തപ്പെടും. എന്ന് പറഞ്ഞാൽ അല്ലാഹുവിലേക്ക് അങ്ങോട്ട് പൂർണ്ണമായി ലയിച്ചു കഴിഞ്ഞാൽ അവനെ സംബന്ധിച്ചിടത്തോളം പിന്നെ നന്മ തിന്മ എന്നൊന്നുമില്ല. കാരണം അവൻ തന്നെയാണ് അല്ലാഹു. അല്ലാഹുവിലേക്ക് ലയിച്ചു കഴിഞ്ഞാലുള്ള അഖീദ അതാണ് എന്ന് വളരെ വ്യക്തമായി കൊണ്ട് പറഞ്ഞിരിക്കുന്നു. ഇദാ അറഫൽ അബ്ദു അല്ലാഹ സുബ്ഹാനഹു തആല യർഫഉൽ അംറു വന്നഹ്യു അൻഹു. എന്നിട്ടോ അവരുടെ മറ്റൊരു വിശ്വാസം ഇന്ന നിസാഅ കർറിയാഹിൻ, പെണ്ണുങ്ങൾ എന്ന് പറഞ്ഞാൽ, സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ പുഷ്പം പോലെയാണ്, അല്ലെങ്കിൽ സുഗന്ധമുള്ള ഒരു ചെടി പോലെയാണ് സ്ത്രീ എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് സുഗന്ധമുള്ള പൂക്കളെ വാസനിക്കൽ, അനുഭവിക്കൽ അനുവദനീയമാണ്. എന്ന പോലെ തന്നെ അന്യ സ്ത്രീകളായിരുന്നാലും അവരെ തൊഴലും തലോടലും ആസ്വദിക്കലും ഒക്കെ അനുവദനീയമാണ് എന്ന വിശ്വാസമുണ്ട്. ഈ വിഭാഗം ആളുകൾ അബ്ദുല്ലാഹി ഇബ്നു ശംറാഹിയ എന്ന വ്യക്തിയിലേക്ക് ചേരുന്ന വിഭാഗമാണ് ഈ ശംറാഹിയാക്കൾ. ലോകത്ത് അവർ ലോകത്ത് മുഴുവനുമുണ്ട് ഈ വിഭാഗം ആളുകൾ. എന്നിട്ടോ സൽക്കർമ്മികളുടെ നല്ല വസ്ത്രം ധരിക്കുന്ന ഈ ആളുകൾ ലോകത്ത് എല്ലായിടത്തുമുണ്ട്. നല്ല സുഗന്ധം പൂശി നല്ല വസ്ത്രത്തിൽ ധരിച്ചു നടക്കുന്ന ഈ ആളുകൾ, അവരെ ശംറാഹിയ എന്നറിയപ്പെടുന്നു. അവരുടെ വിശ്വാസം അവരെ സംബന്ധിച്ചിടത്തോളം നന്മ തിന്മ എന്നത് അവരെ സംബന്ധിച്ചൊരു വിഷയമേ അല്ല. കാരണം അവർ അല്ലാഹുവിനെ മഅരിഫത്തിന്റെ ഏറ്റവും ഉന്നത സ്ഥാനങ്ങളിൽ നിന്ന് മനസ്സിലാക്കിയവരാണ്. അത്തരം ആളുകൾക്ക്, സൂഫി ചിന്താഗതിയുള്ള ഇത്തരം ആളുകൾ, അവർ ഈ തെറ്റിപ്പോയ വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ്. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ നാട്ടിലും പല സ്ഥലങ്ങളിലും സൂഫി ചിന്താഗതി വെച്ചുകൊണ്ട് നടക്കുന്ന ആളുകളുടെ അഖീദയിൽ ഇതുമായി സാമ്യമുണ്ട്, ബന്ധമുണ്ട് എന്ന് മനസ്സിലാക്കുക. ഒൻപതാമത്തെ വിഭാഗം അൽ അഖ്നസിയ എന്ന വിഭാഗം. അങ്ങനെ ഒരു വിഭാഗം ചില വിശ്വാസങ്ങളുണ്ട്. എന്താ വിശ്വാസം? ലാ യൽഹഖുൽ മയ്യിത്ത്, മയ്യിത്തിന് ഒരിക്കലും വന്നു ചേരുകയില്ല. ബഅദ മൗതിഹി, ഒരു മനുഷ്യൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ ആ മരിച്ച മയ്യിത്തിന് ഒരിക്കലും ലഭിക്കുകയില്ല ഖൈറുൻ വലാ ശർറുൻ, നന്മയോ തിന്മയോ ലഭിക്കുകയില്ല എന്ന ഒരു വിശ്വാസം. ആ വിശ്വാസം ആരൊക്കെ പുലർത്തുന്നുവോ അവരെല്ലാവരും ഹറൂരിയ എന്ന പഴച്ച കക്ഷികളിൽപ്പെട്ടവരാണ്. ഇസ്ലാമിന്റെ വിശ്വാസം എന്താ? ഇദാ മാത ഇബ്നു ആദം ഇൻഖതഅ അമലു ഇല്ലാ മിൻ തലാത്ത്, മൂന്ന് കാര്യങ്ങൾ ഒഴികെ ബാക്കിയെല്ലാം മുറിഞ്ഞു പോകും. അപ്പൊ മൂന്ന് കാര്യങ്ങൾ നിലനിൽക്കും എന്നാണ്. ആ കാര്യങ്ങളൊന്നും വിശദീകരിക്കേണ്ട ആവശ്യമില്ല, ഇത് നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ്. മൂന്ന് കാര്യങ്ങൾ നിലനിൽക്കും. മരിച്ചു കഴിഞ്ഞാലും പ്രതിഫലം കിട്ടും, നന്മ കിട്ടും, ഒരു സംശയവും വേണ്ട. ഒരു തിന്മയാണ് ഭൂമിയിൽ അവൻ വിട്ടേച്ചു പോയതെങ്കിൽ ആ തിന്മ ആരൊക്കെ പോരുന്നുണ്ടോ അതിന്റെ എല്ലാ ശിക്ഷ അവൻ അനുഭവിക്കേണ്ടി വരും, ഖബറിൽ കിടന്നിട്ടായിരുന്നാലും. അതാണ് ഇസ്ലാമിന്റെ വിശ്വാസം. എന്നാൽ ഇവരുടെ വിശ്വാസം അത് ഇസ്ലാമിനെതിരായ വിശ്വാസമാണ്. അഖ്നസിയ. അടുത്ത വിഭാഗം അൽ മുഹക്കമിയ്യ, ഹാക്കിമിയത്തിന്റെ വിഭാഗം. അത് ഇന്നത്തെ ചില ആളുകളുമായി കേരളത്തിൽ എന്ന് മാത്രമല്ല ലോകാടിസ്ഥാനത്തിലുള്ള മുസ്ലിങ്ങളുടെ ചില അഖീദയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. ഖാലിവാർ പറഞ്ഞു, ഇന്ന മൻ ഹാകമ ഇലാ മഖ്ലൂഖിൻ വഹുവ കാഫിർ, സൃഷ്ടികൾക്ക് വിധികർത്തൃത്വം ഉണ്ട് എന്ന് ആരെങ്കിലും വാദിച്ചു കഴിഞ്ഞാൽ വഹുവ കാഫിറുൻ, അവൻ കാഫിറാണ്. സൃഷ്ടികൾക്ക് വിധികർത്തൃത്വം ഉണ്ടായാൽ അള്ളാന്റെ വിധി മാത്രമേ അനുസരിക്കാൻ പാടുള്ളൂ. അള്ളാഹുവിൻ്റെതല്ലാത്ത ഒരു വിധി
സ്വീകരിക്കാൻ പാടുള്ളതല്ല എന്നാണ്. ഇതെന്നാ ഈ ചിന്താഗതി തുടങ്ങിയെന്നറിയോ? പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാലം കഴിഞ്ഞ് വീണ്ടും അലി റളിയല്ലാഹു അൻഹുവിന്റെയും മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെയും ആ കാലഘട്ടത്തിൽ, ആ ഭരണ കാലഘട്ടത്തിൽ ചില ആളുകൾ ഈ ഒരു മുദ്രാവാക്യം, അതായത് വിധികർത്തൃത്വം അല്ലാഹുവിന് മാത്രമാണ്, അല്ല എന്ന് വിശ്വസിക്കുന്നുണ്ടവൻ കാഫിറാണ് എന്ന വാദം സ്വീകരിച്ചു. മാനുഷികമായ വിധികർത്തൃത്വം എന്ന തത്വത്തെ നിരസിക്കാൻ വേണ്ടി ഈ മുദ്രാവാക്യം ചില ആളുകൾ സ്വീകരിച്ചു. അലി റളിയല്ലാഹു അൻഹുവിനും മുആവിയ റളിയല്ലാഹു അൻഹുവിനും ഇടയിലുള്ള ആ വിധികർത്തൃത്വം അത് സ്വീകരിക്കുകയില്ല. കാരണം വിധി കൽപ്പിക്കാൻ അധികാരം റബ്ബിന് മാത്രമേ ഉള്ളൂ എന്ന് വിശ്വസിച്ചുകൊണ്ട് തെറ്റിപ്പോയ, പിന്തിരിഞ്ഞു പോയ ഒരു വിഭാഗം അവരാണ് ഹാക്കിമിയാക്കൾ. എന്നിട്ട് പറഞ്ഞു അവർ കണക്കാക്കി ഏതെങ്കിലും ഒരു വ്യക്തി അല്ലാഹു അല്ലാത്ത ഏതെങ്കിലും ഒരു വ്യക്തി ഇവിടെ അടുക്കലേക്ക് വിധി തേടി പോയിട്ടുണ്ടെങ്കിൽ അവൻ കാഫിറായി തീരുന്നതാണ് എന്നായിരുന്നു ഇവരുടെ വിശ്വാസം. നാം പരിശോധിച്ചു നോക്കുക, ആർക്കാണ് ആ വാദമുള്ളത്, ആ വിശ്വാസമുള്ളത് എന്ന്. ഇത് നമ്മളാരും പറഞ്ഞുണ്ടാക്കുന്നതല്ല. പരിശുദ്ധ ഖുർആനിലെ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് മുൻഗാമികളായ പണ്ഡിതന്മാർ 73 വിഭാഗത്തിൽ 72 വിഭാഗത്തെ വേർതിരിച്ച് വ്യക്തമാക്കിയിട്ടുള്ളതാണ്. ആ 72 വിഭാഗവും ഞാൻ സൂചിപ്പിക്കലുണ്ടായി. ഹിജ്റ 200 കാലഘട്ടത്തിനുള്ളിൽ ഇവരെല്ലാവരും വന്നു പോയിട്ടുണ്ട്. ഇനി 11ാമത്തെ വിഭാഗം അൽ മുഅ്തസിലത മിനൽ ഹറൂരിയ, ഹറൂരിയാക്കളിൽപ്പെട്ട മുഅ്തസിലിയാക്കൾ. മുഅ്തസിലി വിഭാഗം പറയുന്നുണ്ട്, പക്ഷേ ഈ ഹറൂരിയ എന്ന വിഭാഗത്തിൽപ്പെട്ട മുഅ്തസിലിയാക്കൾ അവർ പറഞ്ഞു തശാബഹ അലൈനാ അംറു അലി വമുആവിയ വനഹനു നബ്റഹു മിനൽ ഫരീഖൈനി. ഞങ്ങൾ അലി റളിയല്ലാഹു അൻഹുവിന്റെയും മുആവിയയുടെയും കാര്യത്തിൽ ഞങ്ങൾ ആശയക്കുഴപ്പത്തിലാണ്. അതുകൊണ്ട് ഞങ്ങൾ ഭരണാധികാരിയായ അവരിൽ നിന്നും ബന്ധം വിച്ഛേദിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തെറ്റിപ്പോയവർ ഭരണാധികാരികൾക്ക്, അതായത് ഇസ്ലാമിക ഭരണകൂടത്തിന്റെ ഭരണാധികാരിയെ അനുസരിക്കൽ എന്താണെന്നാണ് പഠിപ്പിച്ചിട്ടുള്ളത്. സുന്നത്തു ഖുലഫാഇർ റാഷിദീനൽ മഹ്ദിയ്യീൻ എന്ന് വിശദീകരിക്കുന്ന കൂട്ടത്തിൽ ഭരണാധികാരികളെ കൂടെ അനുസരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. രാജ്യത്തെ ഭരണാധികാരികൾ അവർ ഇസ്ലാമിക ഭരണകൂടമാണെങ്കിൽ, അവർ ഖുർആനും സുന്നത്തും അനുസരിച്ചാണ് വിധി പറയുന്നത് എങ്കിൽ ആ ഭരണാധികാരികളെ അനുസരിക്കൽ നിർബന്ധമാണ് എന്നാണ് ഇസ്ലാമിന്റെ തത്വം. ആ തത്വത്തിൽ നിന്ന് തെറ്റിപ്പോയ അവരാണ് അൽ മുഅ്തസിലത മിനൽ ഹറൂരിയ എന്നറിയപ്പെടുന്ന വിഭാഗം. 12ാമത്തെ വിഭാഗം അൽ മൈമൂനിയ. മൈമൂനിയ എന്ന വിഭാഗം ഹും അത്ബാഉ മൈമൂൻ ഇബ്നു ഖാലിദ് എന്ന പിഴച്ച വ്യക്തിയിലേക്ക് ചേരുന്നതാണ്. മൈമൂൻ ഇബ്നു ഖാലിദ് എന്ന വ്യക്തി, ആ വ്യക്തിയുടെ വ്യത്യാസം എന്താ അറിയോ? യുജീദൂന നികാഹ ബനാത്തിൽ ബനാത്ത്. ബനാത്തിൽ ബനാത്ത് എന്താ? പെൺമക്കളുടെ മക്കൾ എന്ന് പറഞ്ഞാൽ പേരക്കുട്ടിയെ നിക്കാഹ് കഴിക്കൽ ജായിസാണ് എന്ന വാദക്കാരെയൊന്നും അതൊന്നും നമുക്കില്ല. അങ്ങനത്തെ വിവാദക്കാരൊന്നും നമ്മുടെ നാട്ടിലൊന്നും ആർക്കുമില്ല. പക്ഷെ അങ്ങനെ ഉണ്ടായിരുന്നു എന്നാണ്. പേരക്കുട്ടികൾ വിവാഹം കഴിക്കൽ മുബാഹാണ്, ജായിസാണ്. സഹോദരങ്ങളുടെ മക്കളെയും വിവാഹം കഴിക്കൽ ജായിസാണെന്ന് വിശ്വസിക്കുന്ന പിഴച്ച വിഭാഗമായിരുന്നു മൈമൂനിയ എന്ന വിഭാഗം. ഇതാണ് 12 പാർട്ടികൾ. ഇതില് ഞാൻ സൂചിപ്പിച്ച ഈ 12 പാർട്ടികളിൽ ഏതൊക്കെ പാർട്ടികൾ പെട്ടിട്ടുണ്ട്, ഏതൊക്കെ അഖീദ ഇന്ന് കേരളത്തിൽ എന്നല്ല ലോകത്തിലുള്ള മുസ്ലിം വിഭാഗങ്ങൾക്കിടയിൽ ആർക്കൊക്കെ അത്തരം വിശ്വാസങ്ങളുണ്ട് എന്ന് നമ്മളൊന്ന് പരിശോധിച്ച് നോക്കേണ്ടത്. ഇനി 6 ഭാഗങ്ങളായിട്ടാണ് നമ്മൾ തിരിച്ചത്. അതിൽ ഒന്നാമത്തേതാണ് ഹറൂരിയ എന്ന് പറഞ്ഞത്. രണ്ടാമത്തേത് നമുക്ക് മനസ്സിലാക്കേണ്ടത് ജഹ്മിയ എന്നാണ്. ജഹ്മിയാക്കൾ ആരാണ്? ജഹ്മിയാക്കൾ ഇറാഖിലെ കൂഫയിൽ ജനിച്ച ജഹ്ം ഇബ്നു സഫ്വാൻ എന്ന മനുഷ്യൻ, പിഴച്ച മനുഷ്യൻ. അദ്ദേഹം ഹിജ്റ 76ന്റെയും 128ന്റെയും കാലഘട്ടത്തിൽ ജീവിച്ച പിഴച്ച ഒരു മനുഷ്യൻ.
അദ്ദേഹം ഹിജ്റ 128 മറ്റൊരു മനുഷ്യനാൽ കൊല്ലപ്പെടുകയാണ് ഉണ്ടായത്. പക്ഷെ അദ്ദേഹത്തിന്റെ വാദങ്ങൾ അത് ഇന്നും നിലനിൽക്കുന്ന അവസ്ഥയിലേക്കാണ്. ജഹ്മു ബിൻ സഫ്വാൻ എന്ന ആ പിഴച്ച മനുഷ്യന്റെ വിശ്വാസം, ആ മനുഷ്യന്റെ അഖീദ പേറി നടക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ കേരളത്തിലും ഉണ്ട് എന്ന് നമ്മൾ വളരെ ദുഃഖത്തോടെ മനസ്സിലാക്കേണ്ടതാണ്. എന്താണ് അവരുടെ അഖീദ? അവരുടെ വിശ്വാസം അല്ലാഹുവിന്റെ സിഫത്തുകളെ വ്യാഖ്യാനിക്കുക, അല്ലാഹുവിന്റെ സിഫത്തുകളെ നിഷേധിക്കുക, പരിശുദ്ധ ഖുർആൻ അല്ലാഹുവിന്റെ സൃഷ്ടിയാണ് എന്ന് പറയുക. ഇതുപോലെയുള്ള ചില വാദഗതികളാണ് അവർക്ക് ഉണ്ടായിരുന്നത്. അവരും ഞാൻ ഈ പറഞ്ഞതുപോലെ 12 വിഭാഗമായി കൊണ്ട് പിരിയുകയുണ്ടായിരുന്നു. അല്ലാഹുവിന്റെ സിഫത്തുകളെ വ്യാഖ്യാനിക്കുക. എന്താ അല്ലാഹുവിന്റെ സിഫത്ത്? യദുല്ലാഹ്, ഖുർആനിലുണ്ട്. യദുല്ലാഹി ഫൗഖ ഐദീഹിം, ഖുർആനിലുള്ള ആയത്താണ്. യദുല്ലാഹി ഫൗഖ ഐദീഹിം, അല്ലാഹുവിന്റെ യദ്, അല്ലാഹുവിന്റെ കൈ അവരുടെ കൈകൾക്ക് മീതെയാണ് എന്ന് അല്ലാഹു ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ യൻസിലു റബ്ബുനാ തബാറക വ തആല എന്ന ഹദീസിൽ വന്നിട്ടുണ്ട്. നമ്മുടെ നാഥനായ റബ്ബ് അവൻ ഇറങ്ങി വരും ഇലാ സമാഇ ദുനിയാ, ഈ കാണുന്ന ഒന്നാം ആകാശത്തിലേക്ക്. എവിടെ നിന്ന്? നാം ഈ കാണുന്ന ഒന്നാം ആകാശം, 7ാം ആകാശത്തിൽ നിന്നും 1ാം ആകാശത്തിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറങ്ങി വരുമെന്ന് പറഞ്ഞാൽ അത് വ്യാഖ്യാനിക്കാൻ ഒരു പഴുതും ഇസ്ലാം നൽകിയിട്ടില്ല. ഖുർആനിൽ മുതശാബിഹത്തായിട്ടുള്ള ആയത്തുകളുണ്ട്. ഖുർആനിൽ മുതശാബിഹ, പരസ്പര സാദൃശ്യമുള്ള ആയത്തുകൾ. ആ ആയത്തുകളെ അങ്ങനെ മനസ്സിലാക്കുക, അത്രേ ഉള്ളൂ. അല്ലാഹു എങ്ങനെയാണ്, എന്താണ്, ഏത് രൂപത്തിലാണ്, ഇതൊന്നും ഒരു വിശ്വാസിക്ക് ചോദിക്കാൻ പാടില്ല. അല്ലാഹു ഖുർആനിൽ എന്ത് പറഞ്ഞിട്ടുണ്ടോ സ്വീകരിച്ചിരിക്കുന്നു. അതിന്റെ നമ്മളെ വക ഒരു വ്യാഖ്യാനവും വേണ്ട. അല്ലാഹു യദുല്ലാഹ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഐനു, അല്ലാഹു, അല്ലാഹുവിന്റെ കണ്ണ് എന്ന് ഖുർആനിൽ പരാമർശമുണ്ട്. വസ്നഇൽ ഫുൽക ബിഅയുനിനാ, നമ്മുടെ ദൃഷ്ടിയിലായിക്കൊണ്ട്, നമ്മുടെ കണ്ണിലായിക്കൊണ്ട് നീ ഒരു കപ്പൽ ഉണ്ടാക്കിക്കൊള്ളുക. ഖുർആനിൽ പറഞ്ഞു, നൂഹ് നബി അലൈഹി സ്വലാമിനോട് പറഞ്ഞു വസ്നഇൽ ഫുൽക ബിഅയുനിനാ, അയുനിനാ കണ്ണുകൾ. അതേ ഉള്ളൂ. അതെങ്ങനെ, ഏത് രൂപത്തിൽ, ആരുടെ കണ്ണ് പോലെ ഒരു നിലക്കും വ്യാഖ്യാനിക്കാൻ പാടില്ല. കാരണം അല്ലാഹു സൃഷ്ടികളിൽ നിന്ന് വ്യത്യസ്തനാണ്. അല്ലാഹുവിന്റെ സൃഷ്ടിയായ ഒന്നിനോടും അല്ലാഹു യോജിക്കുകയില്ല, അല്ലാഹുവിന്റെ സിഫത്തുകൾ യോജിക്കുകയില്ല എന്ന് മനസ്സിലാക്കുക. അർ-റഹ്മാനു അലൽ അർശി ഇസ്തവാ എന്ന് ഖുർആനിലുണ്ട്. അല്ലാഹു അവന്റെ സിംഹാസനത്തിൽ ഉപവിഷ്ടനായി. എങ്ങനെ ഇബ്നു ഹജർ അൽ-അസ്ഖലാനി റഹിമഹുല്ലാഹ് ഈ ഹദീസിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്, ഒരിക്കലും ഒരാൾ ചോദിക്കാൻ പാടില്ല, വലാ കൈഫ, ചോദിക്കാൻ പാടില്ല. അല്ലാഹു എങ്ങനെയാണ് ഉപവിഷ്ടനായി ചോദിക്കാൻ പാടില്ല. അല്ലാഹു ഉപവിഷ്ടനായി. വമാ ഖദറുല്ലാഹ ഹഖ്ഖ ഖദരിഹി, അല്ലാഹുവിനെ മനസ്സിലാക്കേണ്ട പോലെ മനസ്സിലാക്കിയിട്ടില്ല എന്ന് പറഞ്ഞു. ഖുർആനിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, റബ്ബുനാ തബാറക വ തആല, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറങ്ങും ഫീ കുല്ലി ലൈലത്തിൻ, എല്ലാ രാത്രിയിലും, ഇലാ സമാഇ ദുനിയ, ഈ ദുനിയാവിന്റെ ഈ കാണുന്ന ആകാശത്തിലേക്ക്. ഈ ആകാശത്ത് നിന്നും അടുത്ത 2ാം ആകാശത്തിലേക്കുള്ള ദൈർഘ്യം എത്രയുണ്ടെന്നറിയും? 98 ബില്യൺ പ്രകാശവർഷം ദൈർഘ്യത്തിലാണ് ഈ ആകാശത്തും അടുത്ത ആകാശത്തിലേക്ക്. അതിനേക്കാൾ ഇരട്ടി ഉണ്ടാകാമെന്ന് ശാസ്ത്രകാരൻ പറയും. കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതിനേക്കാൾ ഇരട്ടി ഉണ്ടാകാം അതിന്റെ അടുത്ത ആകാശത്തിലേക്ക്. മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മിഅ്റാജ് പോയത് നാം ഈ കിടക്കുന്ന ഈ ഭൂമിയിൽ നിന്ന്, ഇവിടെ നിന്നും അദ്ദേഹം പുറപ്പെട്ടു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ 7ാം ആകാശം വരെ സഞ്ചരിച്ചു എന്ന് പറയുമ്പോൾ, ബുറാഖിന്റെ പുറത്ത് സഞ്ചരിച്ചു എന്ന് പറയുമ്പോൾ, പ്രകാശവർഷത്തെക്കാൾ വേഗത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ പോയി തിരിച്ചു വന്നു എന്ന് വിശ്വസിക്കുന്നവരാണ് മുസ്ലിം. സ്വപ്നമല്ല, ശരീരം കൊണ്ട് തന്നെ യാത്ര ചെയ്തു എന്ന് വിശ്വസിക്കുന്നവരാണ് മുസ്ലിം. അതുകൊണ്ടാണ് ഖുർആനിൽ സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം, സുബ്ഹാനല്ലദീ, അല്ലാഹു വളരെ പരിശുദ്ധ. സുബ്ഹാനല്ലാഹ്, നമ്മൾ എന്തെങ്കിലും അത്ഭുതത്തിലാണ് സുബ്ഹാനല്ലാഹ് എന്ന് നമ്മൾ പറയും, മാഷാ അല്ലാഹ് എന്ന് പറയും. അല്ലാഹു പരിശുദ്ധനാണെന്ന് പറഞ്ഞു. എന്തേ ഇത്രയും വലിയൊരു അത്ഭുതമാണ് അവിടെ സംഭവിച്ചത്? വന്ന പാടും വിശ്വസിച്ചില്ലല്ലോ. ഏതായിരുന്നാലും അല്ലാഹു അവന്റെ അർശിൽ ഉപവിഷ്ടനായിരിക്കുന്നു. റസൂലുള്ളാഹി
സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിഅ്റാജ് പോയി എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. എവിടേക്കാ പോയി എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. 7 ആകാശങ്ങൾക്ക് അപ്പുറം പോയി അല്ലാഹുമായി മുനാജാത്ത് നടന്നു എന്ന് വിശ്വസിക്കുന്നു. എങ്കിൽ അല്ലാഹു എവിടെ? അയ്യല്ലാഹ്. ഈ മുഅ്തസിൽ ഈ സഫ്വാന്റെ ആളുകൾ, ജഹ്മുബ്നു സഫ്വാന്റെ ജഹ്മിയാക്കളുടെ വിശ്വാസം എന്താണെന്ന് അറിയോ? അല്ലാഹു എല്ലാ സ്ഥലത്തുമുണ്ട്. ഇന്നല്ലാഹ ഫീ കുല്ലി മകാൻ, എല്ലാ സ്ഥലത്തും അല്ലാഹു ഉണ്ട് എന്ന വിശ്വാസമാണ് ജഹ്മുബ്നു സഫ്വാന്റെ പിഴച്ച വിശ്വാസം. ഇസ്ലാമിന്റെ വിശ്വാസം അതല്ല. അല്ലാഹു എവിടെയെന്ന് കൃത്യമായി പരിശുദ്ധ ഖുർആനിലും ഹദീസിലും നമുക്ക് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ അപ്പോഴെന്ന് വിശ്വസിക്കുന്നു. ഖുർആനിൽ അല്ലാഹു ചോദിക്കുന്നു സൂറത്തുൽ മുൽക്കിൽ, അഅമിൻതും മൻ ഫിസ് സമാഇ, അഅമിൻതും മൻ ഫിസ് സമാഇ, ആകാശത്തിലുള്ളവനെ സംബന്ധിച്ച് നിങ്ങൾ നിർഭയത്വത്തിലാണോ? അയ്യഖ്സിഫ ബികുമുൽ അർദ, നിങ്ങളെ ഭൂമിയിലേക്ക് ആഴ്ത്തിക്കളയുമെന്നതിനെ സംബന്ധിച്ച് നിങ്ങൾ നിർഭയത്വത്തിലാണോ? ആകാശത്തിലുള്ളവൻ ആര് പറയുന്നു? അല്ലാഹു പറയുന്നു ആകാശത്തിലുള്ളവൻ. ആരാണ് ആകാശത്തിലുള്ളവൻ? അല്ലാഹുവാണ്. അല്ലാഹു എവിടെ? ഫിസ്സമാ. അത്രേ ഉള്ളൂ. അതെവിടെ, എങ്ങനെ, അതൊന്നും ചോദിക്കാൻ പാടില്ല. അതെല്ലാം ബിദ്അത്തിന്റെ ചോദ്യമാണ്. ഒരു സ്ത്രീ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ഒരു അടിമ സ്ത്രീയെ കൊണ്ടുവന്നപ്പോൾ ആ അടിമ സ്ത്രീ വിശ്വാസിയാണോ എന്ന് പരിശോധിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 2 ചോദ്യമാണ് ചോദിച്ചത്. ഒന്നാമത്തെ ചോദ്യം ഐനല്ലാഹ്, ഐനല്ലാഹ്. മുആവിയ റളിയല്ലാഹു അൻഹു നല്ല അടി കൊടുത്തു ഒരു സ്ത്രീയെ. എന്താ? ആ സ്ത്രീ അടിമ സ്ത്രീയാണ്, ആടിനെ നോക്കാൻ ഏൽപ്പിച്ചതാണ്. ആടിനെ ചെന്നായ കൊണ്ടുപോയി തിന്നു കളഞ്ഞു ഒരെണ്ണത്തിനെ. അതിന്റെ പേരിൽ അദ്ദേഹം ആ അടിമ സ്ത്രീയെ അടിച്ചു. പിന്നീട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ പോയി പറഞ്ഞപ്പോൾ പ്രവാചകൻ പറഞ്ഞു, നീ ചെയ്ത് ശരിയായിട്ടില്ല. അങ്ങനെ അടിമ സ്ത്രീ ഈ കുട്ടി വന്ന ശേഷം പറഞ്ഞു, ഞാൻ ഇവരെ മോചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നു. എന്താണ് പ്രവാചകൻ അങ്ങനെ അഭിപ്രായം? അപ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നത്, എന്ത്? ഐനല്ലാഹ്. അപ്പോൾ ആ സ്ത്രീ പറഞ്ഞു, അല്ലാഹു ഫിസ്സമാഇ, അല്ലാഹു ആകാശത്തിലാണ്. രണ്ടാമത്തെ ചോദ്യം, ഞാൻ ആരാണ്? അപ്പോ ആ സ്ത്രീ പറഞ്ഞു, താങ്കൾ അല്ലാഹുവിന്റെ ദൂതരാണ്, റസൂലാണ് എന്ന് പറഞ്ഞു. അപ്പോ പ്രവാചകൻ പറഞ്ഞു, അവളെ മോചിപ്പിച്ചു കൊള്ളുക. ഫഇന്നഹാ മുസ്ലിമ, തീർച്ചയായും അവൾ മുസ്ലിമാണ്. ഒരു മുസ്ലിമിന്റെ അഖീദ പരിശോധിച്ച് നോക്കുന്നത് അങ്ങനെയാണ്. പ്രവാചകൻ ചോദിച്ചു, അല്ലാഹു എവിടെയാണ്, ഞാൻ ആരാണ്? ഈ 2 ചോദ്യത്തിന് ആ പെണ്ണ് വ്യക്തമായ മറുപടി കൊടുത്തു. അതോടുകൂടി ആ സ്ത്രീയെ മോചിപ്പിക്കുകയും ചെയ്തു. അവൾ മുഅ്മിനാണെന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാവുകൊണ്ട് പ്രഖ്യാപിച്ചിട്ടുള്ള പെണ്ണാണ്. അവരുടെ അഖീദയാണ് പറഞ്ഞത് അല്ലാഹു ഫിസ്സമാഇ. അതുകൊണ്ടാണ് യൻസിലു റബ്ബുനാ തബാറക വ തആല, നമ്മുടെ നാഥൻ ഇറങ്ങി വരും എന്ന് പറഞ്ഞാൽ അവൻ എവിടെയാണ്? ഫിസ്സമാഇ, ആകാശത്തിലാണ്. അവിടെ എവിടെയാണ്, എങ്ങനെയാണ്, ഒന്നും ചോദിക്കാൻ പാടില്ല. ഖുർആനിൽ അല്ലാഹു പറഞ്ഞു, ഹദീസിൽ പറഞ്ഞു, നമ്മൾ സമിഅന വ അതഅന, സമിഅന വ അതഅന, മാ യഅലമു തഅ്വീലഹു ഇല്ലല്ലാഹ്. അതിന്റെ വ്യാഖ്യാനം അല്ലാഹു മാത്രമേ അറിയുള്ളൂ. വറാസിഖൂന ഫിൽ ഇൽമി യഖൂലൂന ആമന്നാ ബിഹി കുല്ലും മിൻ ഇൻദി റബ്ബിനാ വമാ യദ്ദക്കറു ഇല്ലാ ഉലുൽ അൽബാബ്. വറാസിഖൂന ഫിൽ ഇൽമി, വിജ്ഞാനത്തിൽ നൈപുണ്യം നേടിയ മഹാന്മാർ അവർ പറയും ആമന്നാ ബിഹി, ഞങ്ങൾ അതുകൊണ്ട് വിശ്വസിച്ചിരിക്കുന്നു. യൻസിലു റബ്ബുനാ തബാറക വ തആല എന്ന് ഖുർആനിലുണ്ട്. അത് നമ്മൾ വിശ്വസിക്കുന്നു. അല്ലാഹു ഇറങ്ങുമെന്നാണ്. അല്ലാഹു കയറിപ്പോകും എന്ന വ്യാഖ്യാനം അവിടെ വന്നിട്ടില്ല. അല്ലാഹു ഇറങ്ങുമെന്നാണ്. അത് ഇന്ത്യയിലാണോ അമേരിക്കയിലാണോ മറ്റേ രാജ്യത്താണോ? അത് ചോദിക്കൽ മനുഷ്യനിറങ്ങുമ്പോഴാണ്. മനുഷ്യനിറങ്ങുമ്പോഴാണ് ചോദിക്കാതെ എവിടെ ഏത് രാജ്യത്ത് ഇറങ്ങുമ്പോഴാണെന്ന്. റബ്ബിനെ സംബന്ധിച്ച് അങ്ങനെ ചോദിക്കാൻ പോലും പാടില്ല. ആകാശം ഖിയാമത്ത് നാളിൽ ആകാശം അവന്റെ വലം കൈയിലായിരിക്കും ചുരുട്ടി പിടിക്കുക. ഖിയാമത്ത് നാളിൽ ഭൂമി മുഴുവൻ അവൻ ചുരുട്ടി പിടിച്ചിരിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയതിനെ വിശദീകരിച്ചു പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം എന്താണ്? റബ്ബിനെ സംബന്ധിച്ചുള്ള വിശ്വാസം എന്താണ് എന്ന് പരിശോധിക്കുന്നതിന് വേണ്ടിയാണ്. അപ്പൊ ഈ വിശ്വാസമായിരുന്നു ജഹ്മുൽ സഫ്വാൻ പ്രചരിപ്പിച്ചിട്ടുള്ളത്. ആ വിശ്വാസം പിൻപറ്റിയ ഒരു മനുഷ്യനായിരുന്നു അബുൽ ഹസനുൽ അശ്അരി റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തെ റളിയല്ലാഹു അൻഹു തന്നെ പറയണം.
അബുൽ ഹസൻ അശ്അരി റളിയല്ലാഹു അൻഹു. അബുൽ ഹസൻ അശ്അരി റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം പരിശോധിക്കുന്നതിന് മുമ്പായിക്കൊണ്ട് നമ്മുടെ കേരളത്തിലെ ഈ വിശ്വാസം പേർന്ന ആളുകളുണ്ട്. അള്ളാഹിന്റെ സിഫത്തുകളെ നിഷേധിക്കുക, അള്ളാഹു ഇറങ്ങുമെന്ന് പറയാൻ പാടില്ല. അള്ളാഹു ഇറങ്ങുമെന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ റഹ്മത്ത് ഇറങ്ങുമെന്ന് വ്യാഖ്യാനിക്കണം. ഈ ചിന്താഗതിയാണ് ജഹ്മുൽ സഫ്വാന്റെ ചിന്താഗതിയാണ്. അള്ളാഹു ഇറങ്ങുമെന്ന് പറഞ്ഞാൽ അള്ളാഹു ഇറങ്ങുമെന്ന് പറയാൻ പാടില്ല. അള്ളാഹിന്റെ യദ് എന്ന് പറഞ്ഞാൽ യദ് എന്ന് പറയാം, കയ്യിൽ അർത്ഥം പറയാൻ പാടില്ല. നേരെ മറിച്ച് ഖുദ്റത്ത് എന്ന് പറയണം. അപ്പൊ അള്ളാഹ് ഇറങ്ങുമെന്ന് പറഞ്ഞാൽ അള്ളാഹിന്റെ റഹ്മത്ത് ഇറങ്ങും, അള്ളാഹുവിന്റെ കാരുണ്യം ഇറങ്ങും എന്ന് പറയണമെന്നാണ്. അങ്ങനെയാണെങ്കിൽ ഈ ഹദീസിനെ എങ്ങനെയാണ് നമ്മൾ അർത്ഥം വെക്കുക? യൻജിലു റബ്ബുനാ തബാറക വ തആല, അല്ലാഹുവിന്റെ റഹ്മത്ത് ഇറങ്ങി വരും. ഫീ കുല്ലി ലൈലത്തിൻ, എല്ലാ രാത്രിയിലും. ഇലസ്സമാഇ ദുനിയാ, ഈ കാണുന്ന ആകാശത്തിലേക്ക് അല്ലാഹുവിന്റെ റഹ്മത്ത് ഇങ്ങനെ ഇറങ്ങി വരും. എന്നിട്ട് ഹീന യബ്ഖാ ഫുലുൽ ലൈലി, രാത്രിയുടെ 1/3 സമയം അവശേഷിക്കുമ്പോ എന്നിട്ട് ആ റഹ്മത്ത് ചോദിക്കും, മൈ യസ്തഗ്ഫിറുനി, എന്നോട് ഇസ്തിഗ്ഫാർ ചോദിക്കുന്നവരുണ്ടോ? അല്ലാഹുവിന്റെ റഹ്മത്ത് ചോദിക്കുമ്പോഴും എന്നോട് ഇസ്തിഗ്ഫാർ ചോദിക്കുന്നവരുണ്ടോ? അല്ലാഹുവിന്റെ റഹ്മത്തിനോടാണ് നമ്മൾ ഇസ്തിഗ്ഫാർ ചെയ്യുന്നത്. അല്ലാഹുവിന്റെ റഹ്മത്തെ എനിക്ക് പുറത്തു തരണേ എന്നാണ് നമ്മൾ ചോദിക്കുന്നത്. റബ്ബേ എനിക്ക് പുറത്തു തരണേ എന്നാണ്. അതുകൊണ്ട് റബ്ബ് പറഞ്ഞത്, റബ്ബ് തന്നെ ഇറങ്ങി വരും. എന്നോട് ചോദിക്കുന്നവരുണ്ടോ തരാം, എന്നോട് ചോദിക്കുന്നവരുണ്ടോ തരാം, എന്നോട് പ്രാർത്ഥിക്കുന്നവരുണ്ടോ ഞാൻ ഉത്തരം തരാം, എന്നോട് തൗബ ചെയ്യുന്നവരുണ്ടോ ഞാൻ പുറത്തു തരാം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ രാത്രിയിലും ചോദിച്ചുകൊണ്ടിരിക്കും എന്ന് സ്വഹീഹായ ഖുദ്സിയായ ഹദീസിൽ പറഞ്ഞിട്ടുണ്ട്. ബുഖാരി, മുസ്ലിം, തുർമുദി, നസായി എല്ലാ സുനനുകളിലും എല്ലാ ജാമിഉകളിലും ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ള പ്രബലമായ ഹദീസാണിത്. ഈ ഹദീസിനെ ആർക്കും നിഷേധിക്കാൻ പറ്റില്ല. പിൽക്കാലത്ത് ചില ആളുകളൊക്കെ അങ്ങനെ അർത്ഥം വരുന്നത് നിഷേധിച്ചിട്ട് ഈ ജഹ്മിയാക്കളുടെ കൂടെ കൂടിയിട്ടുണ്ട്. ഈ ജഹ്മു ബിൻ സഫ്വാന്റെ അഖീദ ആദ്യ കാലഘട്ടത്തിൽ പിൻപറ്റിയ ആളാണ് അബുൽ ഹസൻ അശ്അരി. കേരളത്തിലെ മുസ്ലിങ്ങൾ ഫിഖ് സംബന്ധമായി ശാഫിഈ മദ്ഹബാണ്. ഫിഖ്, നമസ്കാര, കർമ്മശാസ്ത്ര രംഗങ്ങളെല്ലാം ശാഫിഈ മദ്ഹബിനെ പിൻപറ്റുന്നവരാണ്. എന്നാൽ അഖീദ പിൻപറ്റുന്നത് ഷാഫി മദ്ഹബിന്റെ അല്ല. ഇമാം ഷാഫി അഖീദ പിൻപറ്റില്ല. അവർ പിൻപറ്റുന്നത് അശ്അരിയുടെ, അബുൽ ഹസൻ അശ്അരിയുടെ ഹിജ്റ 250 കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന അബുൽ ഹസൻ അശ്അരിയുടെ അഖീദയാണ് ഇവർ പിൻപറ്റുന്നത്. അപ്പൊ അവർ ഏകദേശം 500 വർഷങ്ങളായിട്ടേ ഉള്ളൂ കേരളത്തിൽ ഇവർ അറിയപ്പെടാൻ തുടങ്ങിയിട്ട്. ഈ അശ്അരി ത്വരീഖത്ത്, അശ്അരി വിശ്വാസം അറിയപ്പെടാൻ തുടങ്ങിയിട്ട് ഏകദേശം 500 വർഷങ്ങളേ ആയിട്ടുള്ളൂ. അത് മുമ്പ് കേരളത്തിന്റെ ചരിത്രം എന്ന് പറഞ്ഞാൽ മാലിക് ബിൻ ദീനാറും കൂട്ടരും കേരളത്തിൽ വന്ന് ആദ്യമായി പള്ളികൾ ഉണ്ടാക്കുകയും അവിടെ മാലിക് ബിൻ ദീനാർ അദ്ദേഹം സ്വഹാബിയാണ് എന്ന് പറയപ്പെടുന്നു. ഏതായിരുന്നാലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടായിരുന്ന ഒരു വ്യക്തിയായിരുന്ന മാലിക് ബിൻ ദീനാർ റഹിമഹുല്ലാഹ്, അദ്ദേഹം കേരളത്തിൽ വന്നുകൊണ്ട് ദീൻ പ്രചരിപ്പിച്ചു എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ആദ്യമായി അദ്ദേഹം കൊടുങ്ങല്ലൂരിൽ പള്ളി ഉണ്ടാക്കുകയും ചെയ്തു എന്ന് നമുക്ക് ചരിത്രങ്ങൾ പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും. ആ കാലഘട്ടത്തിൽ ഏകദേശം 10-12ഓളം പള്ളികൾ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ പള്ളികൾ ഉണ്ടായ ചരിത്രം എവിടെയില്ല. ഏതുവരെ? ഈ 500 വർഷം തൊട്ട് മുമ്പത്തെ 500 വർഷം മുമ്പ് വരെ ഏകദേശം 1000 വർഷത്തിൽ താഴെ മുസ്ലിങ്ങളുടെ ചരിത്രം തന്നെ എവിടെ രേഖപ്പെടില്ല. അത്രയും കാലം എന്തായിരുന്നു? ഞങ്ങൾ പണ്ടേ മാലിക് ബിൻ ദീനാറിന്റെ കാലം മുതലേ ഞങ്ങൾ പിന്തുടരുന്ന അഖീദയാണെന്ന് പറയുന്ന ആളുകളുണ്ട്. അവരോട് നമുക്ക് ചോദിക്കാം, എന്താണ് സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ, അദ്ദേഹം 700 വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിൽ വരുന്നതിന് മുമ്പ് മുസ്ലിങ്ങളുടെ അവസ്ഥ എന്തായിരുന്നെന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ ഒരു ചരിത്രം പിന്നെ ഇല്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീൻ യഥാർത്ഥത്തിൽ മനസ്സിലാക്കുന്ന യഥാർത്ഥ സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി എന്നോട് നിങ്ങളോടും വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്.
മാലിക് ഇബ്നു ദീനാർ കേരളത്തിൽ വന്നു. അദ്ദേഹം ഇസ്ലാം പ്രബോധനം ചെയ്തു. ഏകദേശം 10-12 പള്ളികൾ അദ്ദേഹം ഉണ്ടാക്കി. പിന്നീട് എന്ത് സംഭവിച്ചു എന്ന് ചരിത്രത്തിൽ എവിടെയും ഇല്ല. പിന്നെ മുസ്ലിം ചരിത്രം തുടങ്ങുന്നത് സൈനുദ്ദീൻ മഖ്ദൂം കേരളത്തിൽ വന്നത് മുതലാണ്. അതായത് 500-600 വർഷങ്ങളെ ആയിട്ടുള്ളൂ. പിന്നത്തെ മുസ്ലിം ചരിത്രം എന്ന് പറഞ്ഞാൽ 900-1000 വർഷത്തെ ഗ്യാപ്പ് ഉണ്ട് അതിനിടയിൽ. അപ്പൊ അതുകൊണ്ട് മാലിക് ഇബ്നു ദീനാർ കൊണ്ടുവന്ന ദീൻ എന്താണ് എന്ന് ഈ 700 വർഷക്കാലം, ഈ 500 വർഷത്തെ ഗ്യാപ്പിനിടയിലുള്ളവർക്ക് അറിയില്ല. കാരണം ആ 100 കണക്കിന് വർഷങ്ങൾ കഴിഞ്ഞു പോയി. സൈനുദ്ദീൻ മഖ്ദൂം കേരളത്തിൽ വന്നു. എന്നിട്ടോ അദ്ദേഹം ശാഫിഈ മദ്ഹബുകാരനായിരുന്നു. മാത്രമല്ല അദ്ദേഹം അശ്അരി ത്വരീഖത്ത് സ്വീകരിച്ച ആൾ കൂടി ആയിരുന്നു. അതുകൊണ്ടാണ് കേരളത്തിലുള്ള ആളുകൾക്ക് ശാഫിഈ മദ്ഹബും അതുപോലെ തന്നെ ഒപ്പം തന്നെ അശ്അരി ത്വരീഖത്ത് കൂടി സ്വീകരിക്കാൻ കാരണം. ഈ അശ്അരി ത്വരീഖത്ത് എന്ന് പറഞ്ഞാൽ അബുൽ ഹസൻ അശ്അരി എന്ന ഹിജ്റ 260 ജീവിച്ചിരുന്ന അദ്ദേഹത്തിന്റെ വിശ്വാസമായിരുന്നു യദ് ഐനി പോലെയുള്ളവ വ്യാഖ്യാനിക്കുക. യദ് എന്ന് പറഞ്ഞാൽ കൈ എന്നർത്ഥം പറയാൻ പാടില്ല, നേരെ മറിച്ച് ഖുദ്റത്ത് എന്നാണ് അർത്ഥം പറയേണ്ടത് എന്ന് അദ്ദേഹം വ്യാഖ്യാനിച്ചിരുന്നു ആദ്യ കാലഘട്ടങ്ങളിൽ. അതുപോലെ അല്ലാഹു ഇറങ്ങുമെന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ റഹ്മത്ത് ഇറങ്ങുമെന്ന് പറയട്ടെ, അല്ലാഹു ഇറങ്ങുമെന്ന് പറയാൻ പാടില്ല എന്നായിരുന്നു അന്നത്തെ അവരുടെ വിശ്വാസം. അദ്ദേഹം അത് പ്രചരിപ്പിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ അദ്ദേഹത്തിന് 40 വയസ്സ് കഴിഞ്ഞ സമയത്ത് അദ്ദേഹം താൻ വിശ്വസിക്കുന്ന വിശ്വാസങ്ങളൊക്കെ തെറ്റാണ് എന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെടുകയും അദ്ദേഹം ബുഖാരി മാറോടടക്കി പിടിച്ചുകൊണ്ട് തൗബ ചെയ്യുകയും ചെയ്തതായിക്കൊണ്ട് ചരിത്രം പരിശോധിച്ചാൽ അദ്ദേഹത്തിന് തന്നെ ഒരു ഗ്രന്ഥം, ഈ വിശ്വാസങ്ങൾ, പിഴച്ച വിശ്വാസങ്ങൾ തെറ്റാണ് എന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുന്ന ഒരു ഗ്രന്ഥം അദ്ദേഹം രചിച്ചു. ആ കിതാബാണ് അൽ ഇബാന ഫീ ഉസൂലി ദിയാന എന്ന കിതാബ് അദ്ദേഹം തന്നെ 40-ാമത്തെ വയസ്സിൽ രചിക്കുകയും ഞാൻ ഇൽമുൽ കലാമിന് വേണ്ടി, തത്വചിന്തക്ക് വേണ്ടി ഞാൻ അല്ലാഹുവിന്റെ സിഫത്തുകളെ വ്യാഖ്യാനിക്കുകയുണ്ടായി. ഞാൻ അതിൽ നിന്നെല്ലാം തൗബ ചെയ്തു മടങ്ങി. ഞാൻ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ അഖീദയിലേക്ക് ഞാൻ ഇതാ മടങ്ങുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം തൗബ ചെയ്തതായി ഈ ഗ്രന്ഥത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ആ അദ്ദേഹത്തിന്റെ ആ പഴയ വിശ്വാസമാണ് ഇന്ന് കേരളത്തിലുള്ള വലിയൊരു വിഭാഗം കൊണ്ട് നടക്കുന്നത്. അതുകൊണ്ട് ചുരുക്കി പറഞ്ഞാൽ അള്ളാഹുവിന്റെ നുസൂൽ അയ്യ പോലെയുള്ള കാര്യങ്ങളെ വ്യാഖ്യാനിക്കാൻ ഒരു നേരക്കും തരമില്ല. ഖുർആനിന് എതിരാണത്. വമാ യഅലമു തദ്ബീലഹു, മഅനാന്നല്ല പറഞ്ഞത്, തദ്ബീലഹു അതിന്റെ വ്യാഖ്യാനം എന്താണെന്ന് അല്ലാഹു മാത്രമേ അറിയുള്ളൂ. അല്ലാഹു ഇറങ്ങുമെന്ന് പറഞ്ഞാൽ അതിന്റെ വ്യാഖ്യാനം റബ്ബിന് മാത്രമേ അറിയുകയുള്ളൂ, വേറെ ആർക്കും അറിയില്ല. അത് ആ രൂപത്തിൽ തന്നെ വിശ്വസിക്കണം. അങ്ങനെ വിശ്വസിക്കുന്ന യഥാർത്ഥ വിശ്വാസികളുടെ, സലഫു സ്വാലിഹീങ്ങളുടെ വിശ്വാസം സ്വീകരിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. തുടർന്ന് വിശദീകരിക്കേണ്ടതുണ്ട്, ഒരുപാട് ഭാഗങ്ങൾ ഇനിയും കിടക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുകയാണെങ്കിൽ നമുക്ക് ഇനിയും ചില കാര്യങ്ങൾ കൂടി മനസ്സിലാക്കാം. അല്ലാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ കഴിഞ്ഞു പോയ ചെറുതും വലുതുമായ മുഴുവൻ ദോഷങ്ങളും സിട്ടാവായ പഠിച്ചവരാൻ നമുക്ക് പുറത്തുമാറാകട്ടെ. നമ്മുടെ വീട്ടിലും ഹോസ്പിറ്റലുകളിലും രോഗത്തിൽ പ്രയാസത്തിൽ കഴിയുന്ന ഒരുപാട് ആളുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ രോഗങ്ങൾക്ക് ഒട്ടും ബാക്കിയാക്കാത്ത നിലയ്ക്ക് ശമനം നൽകുമാറാകട്ടെ. നമ്മിൽ കടം കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കടങ്ങൾ ഏറ്റവും എളുപ്പത്തിൽ വീട്ടി കൊടുക്കുമാറാകട്ടെ. യോഗ്യരായിട്ടും അർഹമായ ജോലി കിട്ടാതെ പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ഖൈറുള്ള ബർക്കത്തുള്ള ജോലി പ്രദാനം ചെയ്യുമാറാകട്ടെ. വിവാഹപ്രായം എത്തിയിട്ടും വിവാഹം നടക്കാത്ത ഒരുപാട് സഹോദരിമാരുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നല്ല സ്വാലിഹായ ഇണകളെ പ്രദാനം ചെയ്യുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. اللهم اعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا إنك أنت الغفور الرحيم. آمين برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على نبينا محمد وآله وصحبه أجمعين وآخر دعوانا الحمد لله رب العالمين.